പാലായിലെ LDF സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എം ചെയർമാനുമായ ജോസ് കെ മാണി പര്യടന പരിപാടികളുമായി മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലായിലെ ഇത്തവണത്തെ ഒരു പോരാട്ടം എങ്ങനെ കാണുന്നു? പാലായിൽ ഞങ്ങളിപ്പോൾ 2 റൗണ്ട് കഴിഞ്ഞു. ഇപ്പോൾ പര്യടന പരിപാടി ഇന്ന് ആരംഭിച്ചു. ആവേശകരമായ പ്രതികരണമാണ്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ രാഷ്ട്രീയപരമായി ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം പാലാ തന്നെയാണ്. അപ്പോൾ ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പ് ഈ ആളുകളുടെ ഇടയ്ക്കുള്ള പര്യടനത്തിൽ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? വികസനത്തെ ആളുകൾ എങ്ങനെ കാണും? നമുക്കറിയാം, ഈ പ്രദേശം പാലാ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം എന്നും ഈ നാട് വഴികാട്ടിയായിരുന്നു. എന്നും ഈ നാട് പ്രകാശം നൽകിയ, ഈ നാട് കേരളത്തിന് പ്രകാശം നൽകിയ ഒരു നാടാണ്. വികസനത്തിന് ഈ നാട് മാതൃക നൽകിയ ഒരു പ്രദേശമാണ്. പക്ഷേ കഴിഞ്ഞ 7 വർഷക്കാലമായി നമ്മുടെ ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ ആ പ്രകാശത്തിന്, ആ മുന്നേറ്റത്തിന് തീർച്ചയായും മങ്ങലേറ്റിരിക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചായത്തിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നു, നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയും, ഇതിന് ശേഷം ഒരു IIIT എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ആ സ്ഥാപനം 300 കോടി രൂപയുടെ ഒരു സ്ഥാപനം ഞാൻ പാർലമെൻറ്റ് അംഗമെന്ന നിലയ്ക്ക് അത് കേരളത്തിന് അനുവദിച്ച് അത് കോട്ടയത്തിലേക്ക് കൊണ്ടുവന്ന് അത് പാലായിലേക്ക് കൊണ്ടുവന്ന ഒരു ഗ്രാമത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ 8 വർഷത്തെ കഠിനാധ്വാനമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ 18 സ്ഥാപനങ്ങളുള്ള IIIT MHRDയുടെ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ളത് ഇന്ന് ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു. ഇങ്ങനെ വിവിധ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആകട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആകട്ടെ, തൊട്ടടുത്തുള്ള സയൻസ് സിറ്റി ആകട്ടെ, ഇന്ന് കേന്ദ്ര വിദ്യാലയം 2ാമത്തെ ആകട്ടെ, ഇതെല്ലാം ഇന്നത്തെ വർത്തമാനകാലത്തിൻ്റെ ആവശ്യമായിട്ടല്ല, ഞാൻ കാണുന്ന വരും കാല ജനതയ്ക്ക് വേണ്ടി, ജനിക്കാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ്. അതുമാത്രമല്ല, ഇന്ന് പാലായായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മാൻസാർ ഉള്ളപ്പോൾ തന്നെയാണ് നമ്മൾ ഗ്രീൻ ടൂറിസം എന്നുള്ള പദ്ധതി മുടക്കി അത് രൂപപ്പെടുത്തിയിട്ട് ഇലവീഴ പൂഞ്ചെറിയും അതുപോലെ തന്നെ ഇല്ലിക്കക്കല്ലും ഒക്കെ രൂപപ്പെടുത്തിയത്. പക്ഷേ അതുകൊണ്ട് അത് നിൽക്കുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു. ഇവിടെ കാണുന്ന ഈ വള്ളിച്ചിറ മേഖലയിൽ കാണുന്ന എല്ലാ റോഡുകളും നമ്മൾ VMBC ചെയ്തു ആ സ്ഥാപനം വന്നതിന് ശേഷം. അങ്ങനെയുള്ള വികസനമാണ് നടത്തുന്നത്. പക്ഷേ കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് നമുക്കങ്ങനെ ബൃഹത്തായ പദ്ധതികളോ ഒന്നും നമുക്ക് ലഭിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, നമുക്ക് തുടങ്ങിവെച്ച പദ്ധതികൾ 90% പൂർത്തിയാക്കിയത് 10% പോലെ ബാക്കിയുള്ളത് ചെയ്തത് അത് നാടിന് സമ്മാനിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. നമുക്കിനി കാത്തു നിൽക്കാൻ കഴിയില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ BJP ശക്തമായ ഒരു മത്സരവുമായി രംഗത്തിറങ്ങുന്നു. ഇവിടെ പ്രധാനമന്ത്രിയെ തന്നെ എത്തിച്ച് ക്യാമ്പയിനിങ് ഒക്കെ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ മത്സരത്തെ എങ്ങനെ കാണുന്നു BJPയുടെ ഒരു സാന്നിധ്യം? പ്രധാനമന്ത്രി 1, 2, 3 പ്രാവശ്യം പാലായിൽ വന്നോട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. പ്രധാനമന്ത്രി വന്നുകൊണ്ട് ഈ നാടിന് എന്താണ് പ്രയോജനം? പ്രധാനമന്ത്രി കേരളത്തിൽ വന്നല്ലോ, 4ാമത്തെ പ്രാവശ്യം വരുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പോഴും അവിടെയുള്ള നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും പറയുന്നു ഇവിടെ വലിയ പ്രഖ്യാപനം വരാൻ പോകുന്നതാണ്. എന്തിനാ ബഡ്ജറ്റിൽ പോലും ഒരു വാക്ക് കേരളത്തിനെ പറ്റി പരാമർശിച്ചില്ല? അതാണ് ഇവിടെ. അങ്ങനെ വന്നോട്ടെ, ഇവിടെയുള്ള ജനങ്ങൾ ടാറ്റ കൊടുക്കും, അദ്ദേഹം ടാറ്റ തരും. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ റബ്ബറിൻ്റെ വില കൂട്ടാൻ വല്ല പ്രയാസമുണ്ട്? 1 മിനിറ്റ് അവർ ചിന്തിച്ചാൽ റബ്ബറിൻ്റെ വില കൂട്ടാൻ പറ്റും. ഇന്ന് പാലായിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയല്ല, ഈ സർക്കാരാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് 170, 180, 200 ആക്കിയത്. നമ്മുടെ ഇടപെടലുകൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ വഴിക്കങ്ങ് പൊക്കോട്ടെ. പക്ഷേ ഇവിടെ നാട് ആഗ്രഹിക്കുന്നത് പാലായം പഴയകാല പ്രതാപം, പഴയകാല സുവർണ്ണ ആ കാലഘട്ടം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിന് കഴിയണം. അതാണ് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു 15,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ ഇത്തവണ തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം, എത്രത്തോളം ഭൂരിപക്ഷമാണ് ഒരു പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഒരിക്കലും ഭൂരിപക്ഷം പ്രവചിക്കാറില്ല. ഭൂരിപക്ഷമൊക്കെ തീരുമാനിക്കുന്ന ജനങ്ങളാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഒരു കാര്യം അത് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഇടതുപക്ഷം ജയിക്കും എന്നുള്ളത്. അഭിമാനകരമായ ഭൂരിപക്ഷത്തോടു കൂടി നമ്മൾ വിജയിക്കും. അതുപോലെ തന്നെ മാണിസാറിൻ്റെ ഒരു ഓർമ്മ ദിനത്തിലാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ മാണിസാറിൻ്റെ ഒരു ഓർമ്മ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നിമിത്തമോ അല്ലെങ്കിൽ എന്താണ് അതിന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുമോ? അത് എനിക്ക് തോന്നുന്നു ഒരു എന്താണ് ഒരു ദൈവനിശ്ചയമായിട്ടാണ് കാണുന്നത്. കാരണം പാലാ ഇങ്ങനെ പോയാൽ പോരാ എന്ന് ഉള്ള ഒരു ചിന്ത കാണും.
അതായിരിക്കാം ഇങ്ങനെ ഒരു ദിവസം വന്നത്. തീർച്ചയായും കെ എം മാണി സാറിൻ്റെ ആ സ്വപ്നം വീണ്ടെടുക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ കഴിയട്ടെ എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും പാലായിൽ ഏതായാലും ഇത്തവണ കഴിഞ്ഞ തവണ കൈവിട്ട് പോയ മണ്ഡലം ഇത്തവണ തിരികെ പിടിക്കാനാകുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനും അതേപോലെ തന്നെ ഇടത് സ്ഥാനാർത്ഥിയുമായ ജോസ് കെ മാണി. പാലായിൽ നിന്നും ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.